പാലക്കാട് പടലിക്കാട് സ്കൂളിലെ പ്രവേശനോത്സവം നടക്കുന്നത് കമ്മ്യൂണിറ്റി ഹാളിലാണ്. പടലിക്കാട് സർക്കാർ LP സ്കൂളിലെ കുട്ടികൾക്കാണ് ആദ്യ ദിനം തന്നെ സ്കൂളിൽ പ്രവേശിക്കാൻ സാധിക്കാത്തത്. ഖോഖോ അക്കാദമിയുടെ നിർമ്മാണത്തിനായി കുഴിച്ച കുഴികൾ അപകടക്കെണിയായതോടെയാണ് പ്രവേശനോത്സവം കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റിയത്. അപകടക്കുഴികൾ നിറഞ്ഞ സ്കൂളിൽ തന്നെ പ്രവേശനോത്സവം സംഘടിപ്പിക്കാൻ ശ്രമം നടത്തിയിരുന്നുവെങ്കിലും രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്ന് പ്രതിഷേധം ഉയർന്നതോടെ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റുകയായിരുന്നു. അരുൺ ആലത്തൂർ ചേരുന്ന വിവരങ്ങളുമായി. അരുൺ, ഇപ്പോൾ പ്രവേശനോത്സവം മറ്റൊരിടത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. ഈ അപകടക്കുഴികൾ രക്ഷിതാക്കൾ ചൂണ്ടിക്കാണിച്ചതിനെ തുടർന്ന്. പക്ഷേ കുട്ടികൾക്ക് സ്കൂളിൽ പഠനം തുടരണമല്ലോ, നാളെ മുതൽ തന്നെ അവർക്ക് അതിലേക്ക് കടക്കേണ്ടതുമൊക്കെയുണ്ട്. എങ്ങനെയാണ് ഈ ജൂൺ 2 സ്കൂൾ തുറക്കുന്നു എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷം സ്കൂൾ പൂട്ടുന്നതിന് മുൻപ് തന്നെ പ്രഖ്യാപിക്കപ്പെട്ടൊരു ദിവസമാണ്. എന്തുകൊണ്ടാണ് ഈ കുഴികൾ മൂടാതിരുന്നത്? ഇത്രയും അനാസ്ഥ എന്തുകൊണ്ട് സ്കൂളുകാരുടെ ഭാഗത്തുനിന്നുണ്ടായി? വീണ, പ്രധാനമായിട്ടും ഈ ഒരു പദ്ധതിയുടെ അതിൻ്റെ കരാറും അതും ഏറ്റെടുത്തും അതിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടൊക്കെ പലയിടത്തും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും സംസ്ഥാനത്തെമ്പാടും കുട്ടികൾ പ്രവേശനോത്സവത്തിൻ്റെ ഭാഗമായി ഓരോ സ്കൂളുകളിലും അതിൻ്റെ പ്രവേശനോത്സവം വളരെ നല്ല രീതിയിൽ പുരോഗമിക്കുമ്പോൾ ഈ പാലക്കാട് പടലിക്കാട് കമ്മ്യൂണിറ്റി ഹാളിലാണ് ഇപ്പോൾ പ്രവേശനോത്സവം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കുട്ടികൾ ഈ കമ്മ്യൂണിറ്റി ഹാളിനുള്ളിൽ വളരെ ബുദ്ധിമുട്ടി കുഴികളാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾ അവിടെ ഈ അധ്യയനം നടത്താൻ വേണ്ടി സ്കൂളിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അത് വലിയ അപകടങ്ങൾക്ക് വഴിവെക്കും എന്നുള്ള ഒരു കാര്യം രക്ഷിതാക്കളും അധ്യാപകരും ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ച പശ്ചാത്തലത്തിലാണ് ഈ പ്രവേശനോത്സവം അത് ഈ കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഏതായാലും ഈ കമ്മ്യൂണിറ്റി ഹാളിൽ വളരെ സ്ഥലപരിമിതിയുണ്ട്. അവിടെ അത്രയും കുട്ടികൾ ഒരുമിച്ച് ഇരിക്കുന്നത്. അതേസമയം തന്നെ ഇങ്ങനെ കമ്മ്യൂണിറ്റി ഹാളിൽ പ്രവേശനോത്സവം സംഘടിപ്പിക്കുമ്പോൾ ഇവിടെ ഒരു ടോയ്ലറ്റ് മാത്രമാണുള്ളത്. ഇത്രയേറെ കുട്ടികളുണ്ട്, അധ്യാപകരുണ്ട്, അവർക്കെല്ലാം ഇവിടെ ആകെ ഉള്ളത് കമ്മ്യൂണിറ്റി ഹാളിൽ ഒരു ടോയ്ലറ്റ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അധ്യയനം നടത്തുക എന്നുള്ളതും പ്രായോഗികമല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്നും അത് മറ്റൊരിടത്തേക്ക് നല്ല സൗകര്യമുള്ളിടത്തേക്ക് മാറ്റുകയോ മറ്റെന്തെങ്കിലുമൊക്കെ സംവിധാനങ്ങൾ ഇതിന്റെ ഭാഗമായി കുട്ടികൾക്ക് ഒരുക്കണമെന്നുള്ളൊരു ആവശ്യം. ഇത് പടലിക്കാട് സ്കൂളാണ്, പാലക്കാടുള്ള പടലിക്കാട് സ്കൂൾ. ആ ദൃശ്യങ്ങൾ നമുക്ക് വളരെ വ്യക്തമാണ്. ഈ ഖോഖോ അക്കാദമിക്ക് വേണ്ടി എടുത്ത വലിയ കുഴികളാണ്. ഇതാണെങ്കിൽ LP സ്കൂളാണ്, തീരെ ചെറിയ കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. ഈ ആദ്യ ദിവസം നോക്കൂ ആ സ്കൂളിൻ്റെ അവസ്ഥ. കുട്ടികൾക്ക് പ്രവേശനോത്സവം സംസ്ഥാനമെമ്പാടും നടക്കുന്നു. കുട്ടികളെല്ലാം വളരെ ആഘോഷത്തോടെ വളരെ വർണ്ണശബളമായ ഒരു അന്തരീക്ഷത്തിൽ സ്കൂളിലേക്ക് എത്തുമ്പോഴാണ് ഈ സ്കൂളിലേക്ക് എത്തിച്ചേരാൻ കഴിയാത്ത സാഹചര്യം കുട്ടികൾക്കുണ്ടായത്. അതും രക്ഷിതാക്കൾ ഇടപെട്ടത് കൊണ്ടാണ് കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചെങ്കിലും പ്രവേശനോത്സവം നടത്താൻ കഴിഞ്ഞത്. ഈ സ്കൂളിൽ വെച്ച് പ്രവേശനോത്സവം നടത്തിയിരുന്നുവെങ്കിൽ എത്ര വലിയ അപകടം ഉണ്ടാകുമായിരുന്നു എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ്. പക്ഷെ അപ്പോഴും നമുക്ക് ആശങ്ക തീരാത്തത് ഈ കുഴികൾ ഇവിടെ തന്നെ ഉണ്ട്. നാളെ മുതൽ എങ്ങനെ കുട്ടികൾ ഈ സ്കൂളിലേക്ക് വരും എന്നുള്ളതാണ്. ഓരോ കുട്ടിക്ക് മേലും ശ്രദ്ധയുണ്ടായില്ല എങ്കിൽ വലിയ അപകടം ഉണ്ടാകാനിടയുള്ള സാധ്യത ഇവിടെ നിലനിൽക്കുകയാണ്. കാരണം അത്ര വലിയ കുഴിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപകടക്കുഴികൾ തന്നെ. ഇവിടെ തന്നെ പ്രവേശനോത്സവം നടത്താൻ സ്കൂളുകാർക്ക് താല്പര്യമുണ്ടായിരുന്നു എന്നറിയുമ്പോഴാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തത്. അരുൺ, നോക്കൂ, ആ കുഴിയുടെ ആഴമൊക്കെ അളക്കുന്നത് കാണുമ്പോൾ വലിയ ആശങ്ക ഉണ്ടാവുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിൽ അപ്പോൾ എങ്ങനെയായിരിക്കും ഈ അധ്യയനം ഇവിടെ? ഇപ്പോഴും ഈ കുഴികളും ബുദ്ധിമുട്ടുമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ അവിടെ യാതൊരു തരത്തിലും പ്രവേശനോത്സവവുമായി മുന്നോട്ട് പോവാൻ പ്രവേശനോത്സവം ഇന്നേതായാലും സംഘടിപ്പിക്കാൻ കഴിയില്ല. ഇനിയുള്ള ദിവസങ്ങളിലും ഈ സ്കൂളിലെ കാര്യങ്ങൾ ശരിയാക്കിയെടുക്കുന്നതിന് അധികം സമയം വേണ്ടിവരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ പ്രധാനമായിട്ടും ഈ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്ക എന്നുള്ളത് ഇനിയിപ്പോൾ ഈ കമ്മ്യൂണിറ്റി ഹാളിലും യാതൊരു തരത്തിലുള്ള സൗകര്യങ്ങളും ഇല്ല എന്നുള്ളതാണ് അവർ പറയുന്നത്. ഒരു ടോയ്ലറ്റ്, ഇത്രയേറെ കുട്ടികൾക്ക് ഒരു ടോയ്ലറ്റ് മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ അതിനൊരു പരിഹാരം വേണം എന്നുള്ളൊരു ആവശ്യവും ഉന്നയിക്കുന്നുണ്ട്. പരിഹാരം ഉടൻ കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് രക്ഷിതാക്കൾ. പക്ഷേ അറിയില്ല, ഇത്രയും വലിയ കുഴികൾ ഇവിടെ ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഒരു പരിഹാരം പെട്ടെന്ന് കാണാൻ കഴിയുക എന്ന്. പക്ഷേ ഏതായാലും കുട്ടികൾ അവിടേക്ക് പഠനത്തിനായി വരുന്നത് വലിയ ആശങ്ക തന്നെയാണ്, അപകടം തന്നെയാണ്.